പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം യോഹന്നാന്റെ സുവിശേഷത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ, തിരുവനന്തപുരം. ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ബഥാന്യ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം, 1-ാം അധ്യായം 41-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഒരു മനുഷ്യാവയവത്തിൻ്റെ പേരിലുള്ള സ്ഥലം ഏതാണ്? ഉത്തരം തലയോടിടം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം: പിതാക്കന്മാർക്ക് കഴിക്കുവാൻ സ്വർഗത്തിൽ നിന്നും കൊടുത്തത് എന്താണ്? ഉത്തരം അപ്പം. യോഹന്നാൻ്റെ സുവിശേഷം 6:31. അടുത്ത ചോദ്യം: ഒരേയൊരു മകൻ മാത്രമുള്ള അപ്പൻ ആരാണ്? ഉത്തരം പിതാവായ ദൈവം. 1-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം: ഒരു ഗോത്രപിതാവിൻ്റെ മകൻ്റെ പേരുള്ള സ്ഥലത്ത് യേശു താമസിച്ചിട്ടുണ്ട്. ഏതാണ് സ്ഥലം? ആരാണ് ഗോത്രപിതാവ്? ഉത്തരം സ്ഥലം എഫ്രയീം. ഗോത്രപിതാവ് ജോസഫ്, ജോസഫിൻ്റെ മകൻ എഫ്രയീം. ഉൽപ്പത്തി 48:1. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 54-ാം വാക്യം. അടുത്ത ചോദ്യം: ഏതെല്ലാം ഉത്സവങ്ങളിലാണ് യഹൂദന്മാർ യേശുവിനെ അന്വേഷിച്ചത്? ഉത്തരം കൂടാരപ്പെരുന്നാൾ 7-ാം അധ്യായം 2-11 വാക്യങ്ങൾ, പെസഹയ്ക്ക് 11-ാം അധ്യായം 55-56 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ലേഖകൻ്റെ പേരിനോട് സമാനതയുള്ളവർ ആരൊക്കെയാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്? ഉത്തരം ലേഖകൻ യോഹന്നാൻ. സമാനതയുള്ളവർ യോഹന്നാൻ സ്നാപകൻ 11:19, ശീമോൻ്റെ പിതാവ് യോഹന്നാൻ 1:42. അടുത്ത ചോദ്യം: രണ്ട് വ്യക്തികളുടെ, ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും വാക്കുകളിൽ പറഞ്ഞിട്ടുള്ള യേശുവിൻ്റെ ഒരു നാമത്തെ യേശു തന്നെ 2 പ്രാവശ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുരുഷനാര്, സ്ത്രീ ആര്? യേശു സ്ഥിരീകരിച്ച പേരെന്ത്? ഉത്തരം പേര് മശിഹ. പുരുഷൻ അന്ത്രയോസ്. മിശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് അന്ത്രയോസ് പറഞ്ഞു. സ്ത്രീ ശമര്യ സ്ത്രീ. മിശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു. 1:14, 4:25. യേശു സ്ഥിരീകരിച്ചത് ഞാൻ തന്നെ മശിഹ. 4:26, 13:19. അടുത്ത ചോദ്യം: യഹൂദന്മാർ യേശുവിനെ കല്ലെറിയുവാൻ ശ്രമിച്ച 2 സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഞാൻ അബ്രഹാമിന് മുൻപേ ഉണ്ടായിരുന്നുവെന്ന് യേശു പറഞ്ഞതുകൊണ്ട് 8-ാം അധ്യായം 58-59 വാക്യങ്ങൾ, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞതുകൊണ്ട് 10-ാം അധ്യായം 30-31 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ആചാര്യൻ അഥവാ അധ്യാപകൻ എന്നർത്ഥം വരുന്ന വാക്ക് എത്ര പ്രാവശ്യം ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു? ഈ വാക്ക് ആദ്യ അവസാനം ഉപയോഗിച്ചവർ ആരെല്ലാമാണ്? ഉത്തരം
വാക്ക് റബ്ബി 9 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. ആദ്യം ഉപയോഗിച്ചത് അന്ത്രയോസും ശീമോനും 1:35, 38, 40, 41 വാക്യങ്ങൾ. അവസാനം ഉപയോഗിച്ചത് മഗ്ദലന മറിയം റബ്ബൂനി എന്ന് 20:16. ഇതുകൂടാതെ 1:38, 1:49, 3:2, 3:26, 4:31, 6:25, 9:2, 11:8 എന്നീ വാക്യങ്ങളിലും റബ്ബി എന്ന വാക്ക് കാണാൻ കഴിയും. അടുത്ത ചോദ്യം, യേശുവിനെ അവിശ്വസിച്ച യഹൂദന്മാരോടും യേശുവിൻ്റെ ആളത്വം മനസ്സിലാകാതിരുന്ന ഒരു ശിഷ്യനോടും ശിഷ്യന്മാരോടും യേശു പറഞ്ഞ സമാനാർത്ഥമുള്ള മറുപടി എന്താണ്? ഉത്തരം, യേശു യഹൂദന്മാരോട് പിതാവ് എന്നിലും ഞാൻ പിതാവിലുമെന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പിൻ. 10-ാം അധ്യായം 24-38 വാക്യങ്ങൾ. യേശുവിൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിനോട് യേശു പിതാവ് എന്നിലും ഞാൻ പിതാവിലുമെന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യേശു ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളേവ? എത്ര പ്രാവശ്യം ഈ വാക്ക് ആദ്യവും രണ്ടാമതും അവസാനവും പറഞ്ഞത് ആരോടെല്ലാമാണ്? ഉത്തരം, ആമേൻ ആമേൻ 25 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞത് നഥാനിയേലിനോട് 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. രണ്ടാമത് പറഞ്ഞത് നിക്കോദോമസിനോട് 3-ാം അധ്യായം 3, 5, 11 വാക്യങ്ങൾ. അവസാനം പറഞ്ഞത് പത്രോസിനോട് 21-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം, യേശുവിൻ്റെ വിചാരണ വേളയിൽ ആവർത്തിച്ച് ആക്രോശിച്ച വാക്കുകൾ ഏതെല്ലാം? ഉച്ചരിച്ചവർ ആരെല്ലാം? ഉത്തരം, പടയാളികൾ രാജാവേ ജയ ജയ എന്ന് ആക്രോശിച്ചു. 19-ാം അധ്യായം 3-ാം വാക്യം. മഹാപുരോഹിതരും ചേവകരും ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആക്രോശിച്ചു. 19-ാം അധ്യായം 6-ാം വാക്യം. യഹൂദന്മാർ കൊന്നുകളക കൊന്നുകളക എന്ന് ആക്രോശിച്ചു. 19-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നതും മറ്റുള്ളവർ പറഞ്ഞതുമായ പദങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം, വചനം 1-ാം അധ്യായം 1-ാം വാക്യം, ജീവൻ 1-ാം അധ്യായം 4-ാം വാക്യം, വെളിച്ചം 1-ാം അധ്യായം 5-ാം വാക്യം, സത്യവെളിച്ചം 1-ാം അധ്യായം 9-ാം വാക്യം, കൃപയും സത്യവും 1-ാം അധ്യായം 14-ാം വാക്യം, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് 1-ാം അധ്യായം 29-ാമത്തെ വാക്യം, ദൈവപുത്രൻ 1-ാം അധ്യായം 34-49 വാക്യങ്ങൾ, ദൈവത്തിൻ്റെ കുഞ്ഞാട് 1-ാം അധ്യായം 36-ാം വാക്യം, റബ്ബി അല്ലെങ്കിൽ ഗുരു 1-ാം അധ്യായം 38-ാം വാക്യം, മശിഹ 1-ാം അധ്യായം 41-ാം വാക്യം, ക്രിസ്തു 1-ാം അധ്യായം 41-ാം വാക്യം, നസ്രത്തുകാരൻ 1-ാം അധ്യായം 45-ാം വാക്യം, ഇസ്രായേലിൻ്റെ രാജാവ് 1-ാം അധ്യായം 49-ാം വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.